ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകും. നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ശേഷം അവിടുന്ന് 4:5 റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോട്ടോയിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കടുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുക്കടുന്ന ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് സേവ് എന്ന് വരും. ആ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെന്ന് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെന്ന് ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറന്റ് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഇമേജും ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഈ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ 21 ഇമേജസ് സേവ് ചെയ്തതിനു ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഫുൾ പ്രോജക്റ്റ് അവിടെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ 7 ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ 4:5 റേഷ്യോയിൽ സേവ് ചെയ്ത ഒരു ഇമേജസ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം അതിനകത്തുനിന്ന് ഒരു ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കും. ശേഷം ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും, അത് അവസാനം വരെ ആക്കണം. അതിനായി നിങ്ങൾ ഇവിടുന്ന് അവസാനം വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം വരെ ആവുന്നതായിരിക്കും. ശേഷം ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത റെക്ടാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കും. ഇനി അവിടുന്ന് ആ ഒരു ഇമേജിൽ നമുക്കൊരു എഫക്റ്റ് കൊടുക്കണം. ഇതിനായി ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യും, എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഇവിടെ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തുകൊണ്ട് TI എന്ന് സെർച്ച് ചെയ്യും. TI എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈൽസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് വരും. അവിടുന്ന് ടൈൽസ് എന്നുള്ള ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം അതിന് മിറർ എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കും. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും. ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും, മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് ആ ഒരു ഫേസ് ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ നിങ്ങൾ വെച്ച് കൊടുക്കും. ഈ ഒരു രീതിയിൽ ആ ഒരു ഫേസ് കാണുന്നതൊക്കെ വിധം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് ആഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും. ഇതേ മെത്തേഡിൽ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം അവിടെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഇമേജിന്റെ ഡ്യൂറേഷനും കുറവായിരിക്കും, അത് നമുക്ക് കൂട്ടണം. അതിനെ അവസാനം വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ അവിടം വരെ ആവുന്നതായിരിക്കും. അതിനുശേഷം അവിടുന്ന് ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത റെക്ടാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കും. ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും, എഫക്റ്റ് സെലക്ട് ചെയ്യും, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യും. നമ്മൾ നേരത്തെ ടൈൽസ് എഫക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ടൈൽസ് എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ആ ഒരു മിറർ എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കും. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യും. ശേഷം വീണ്ടും ഒരു ഇമേജ് സെലക്ട് ചെയ്യും, മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. പക്ഷേ ഇതേപോലെ സൂം ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മുഖം കാണുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഒരു ഫേസ് കാണുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള 5 ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇവിടുന്ന് ഇമേജസ് ആഡ് ചെയ്യും. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് 4 സെക്കൻഡിലും 15 മില്ലി സെക്കൻഡിലോട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യും, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണമെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും.
ഈ ഒരു മെത്തേഡ് തന്നെ ബാക്കിയുള്ള എല്ലാ ഇമേജിലും നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡ് മുക്കണം ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.